മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് നിർമ്മിച്ച സർക്കാർ ടൗൺഷിപ്പിൽ ആദ്യ കുടുംബം താമസം തുടങ്ങുകയാണ്. അവിടെ പാൽ ഇപ്പൊ തളച്ചു എന്നാണ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ വീട് ലഭിച്ച വിജയനും കുടുംബവുമാണ് ഗൃഹപ്രവേശനത്തിലേക്ക് കടക്കുന്നത്. അവിടെ പാല് തിളച്ചു തൂവാൻ വേണ്ടി പോകുന്നു. പാലങ്ങനെ തിളക്കുകയാണ്. അവിടെ വയനാട് ടൗൺഷിപ്പിൽ നിന്നും വൺ മിസ്റ്റർ കാളിദാസൻ ദേവദത്തം ചെയ്യുന്നുണ്ട്. കാളി പാലിതാണ്ട് അങ്ങനെ തിളച്ച് പയ്യെ മുകളോട്ട് വരിക. ഒരു ചേച്ചി അതിന് മുന്നിൽ കയറുന്നു. അത് തന്നെ ഹാഷ്മി, അത് ബാക്കി തിളച്ച് തൂവിയിരിക്കുന്നു എന്നുള്ളതാണ്. പാലുകാച്ചൽ ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു. എല്ലാവരുടെയും മുഖത്ത് സന്തോഷം തന്നെയാണ്. ആദ്യ കുടുംബം സർക്കാർ ടൗൺഷിപ്പിൽ താമസം തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ചടങ്ങുകൾ ഗംഭീരമായി പൂർത്തിയായി. പാല് കാച്ചി തിളച്ച് മറിഞ്ഞ് ആ തിളച്ച് മറിയുന്നതിന്റെ സന്തോഷം കൂടിയാണ് ആ ഒരു പാലിനൊപ്പം തിളച്ച് മറിയുന്നതെന്നും കൂടി പറയാം. കാരണം ഇവിടെ അത്രത്തോളം ആളുകളാണ് വിജയൻ ചേട്ടനെയും കുടുംബത്തെയും ഒക്കെ കാണാൻ എത്തിയിരിക്കുന്നത്. ഈ വീട് കാണാൻ എത്തിയിരിക്കുന്നത് 1ാം സോണിലെ D ക്ലസ്റ്ററിലെ 38ാം നമ്പർ വീട്ടിലാണ്. ഇന്ന് മുതൽ വിജയൻ ചേട്ടനും കുടുംബവും ചുരൽമല സ്വദേശികൾ വിജയൻ ചേട്ടനും കുടുംബവും ഇന്നു മുതൽ താമസം തുടങ്ങുകയാണ്. ആദ്യഘട്ടത്തിൽ 178 വീടുകളാണ് കൊടുത്തിരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാങ്കേതികപരമായി താക്കോലുകളൊക്കെ കൈമാറിയിരുന്നു. അപ്പോൾ വിജയൻ ചേട്ടനും കുടുംബത്തിന്റെയും ആവശ്യം കൂടിയായിരുന്നു. ഞങ്ങൾ താമസം തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ മെല്ലെ ബാക്കി കുടുംബങ്ങൾക്കും ഒരു പ്രചോദനമാവട്ടെ എന്നുള്ള. വിജയൻ ചേട്ടാ, പാലുകാച്ചൽ ചടങ്ങ് കഴിഞ്ഞു. എങ്ങനെയാണ് ഈ ഒരു നിമിഷം? അത്രത്തോളം സന്തോഷമല്ലേ? വളരെയധികം സന്തോഷമാണ്. പ്രത്യേകിച്ച് ഇത്രയും മീഡിയാസിന്റെ മുന്നിൽ എങ്ങനെ ഒരു പാലുകാച്ചൽ നടത്തുക, അതുപോലെ ഇത്രയും ജനങ്ങൾ, പൗരപ്രമുഖർ, അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കൾ, മുൻ മന്ത്രിമാർ, എല്ലാം മുൻ MLA അടക്കമുള്ള എല്ലാവരുടെയും മുൻപിൽ വെച്ചിട്ട് ഇത്രയും വലിയൊരു പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു പാലുകാച്ചൽ ആണ് നടന്നത്. ഞങ്ങൾ സന്തോഷങ്ങളിൽ നിന്ന് വീണ്ടും സന്തോഷങ്ങളിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് ഇതിൽ 24-നും അതുപോലെ തന്നെ ഇവിടെ വന്ന എല്ലാ മീഡിയാസിനും നന്ദി രേഖപ്പെടുത്തുകയാണ്. അത് തന്നെയാണ് വിജയൻ ചേട്ടന്റെ സന്തോഷം അത്രത്തോളം പറഞ്ഞറിയിക്കാനാവാത്തതാണെന്നുള്ളതും കൂടിയാണ് പറയുന്നത്. കാരണം ഒരു ഖ്യാതിയാണ്, അല്ലെങ്കിൽ ഒരു ചരിത്ര നിമിഷമാണ്. കാരണം സർക്കാർ ടൗൺഷിപ്പിൽ ദുരന്തബാധിതർക്കായുള്ള സർക്കാർ ടൗൺഷിപ്പിൽ ആദ്യ കുടുംബം, ഇവിടെ താമസം ആരംഭിക്കുന്ന ആദ്യ കുടുംബം, അങ്ങനെ ഒരു ഖ്യാതി, അത് വലിയൊരു ചരിത്രം തന്നെയാണ്. അപ്പോൾ ആ ആദ്യ കുടുംബമായി ഈ വിജയൻ ചേട്ടനും കുടുംബവും മാറിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അവിടെ കേക്ക് ഇരിപ്പുണ്ടോ? കേക്ക് കട്ട് ചെയ്ത് ഒരു പീസ് കഴിക്കാം. കാളിദാസൻ ദേവദത്തം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.